Hi everyone, welcome to Commerce World. Calicut University second semester M.Com Advanced Strategic Management എന്ന സബ്ജക്റ്റ് ഫസ്റ്റ് മൊഡ്യൂൾ നെക്സ്റ്റ് പാർട്ട് വീഡിയോ ആണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ നമുക്ക് നെക്സ്റ്റ് പാർട്ട് വരുന്നതാണ് സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. സോ ഇതിലത്തെ മുന്നിലത്തെ വീഡിയോയിൽ നമ്മളുടെ മേജർ ആയിട്ട് അതായത് ബേസിക് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇതിന്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. സോ ഇതിൽ നമ്മൾ നോക്കാൻ പോണത് ഒരു സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് നമ്മൾ എങ്ങനെയാണ് ചെയ്യണത് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നോക്കാൻ പോണത്. സോ അതിന്റെ സ്റ്റെപ്സും അതേപോലെ തന്നെ അതിന്റെ അപ്രോച്ചസും ആണ് നമ്മൾ ഇന്ന് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, സോ ആദ്യം നമ്മൾക്ക് സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. സോ ഈ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പ് ലെവൽ മാനേജ്മെന്റിലുള്ള പേഴ്സൺസ് ആണ് ഈ ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഓക്കെ, നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ആണ്, പക്ഷെ അതിലൊരു സ്ട്രാറ്റജിന്റെ ബേസിസിൽ നമ്മൾ ചെയ്യുന്നതാണ് ഈ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ടോപ്പ് ലെവൽ മാനേജ്മെന്റ്സ് ആണ് ഇത് നടത്തുന്നത്. അതേപോലെ തന്നെ ഈ ഡിസിഷൻസ് എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ദ കോൺട്രിബ്യൂഷൻ ടു ദ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ദ ഗോൾ സിഗ്നിഫിക്കന്റ്ലി. അതായത് നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോൾസും ഒബ്ജക്റ്റീവ്സും അതിനെ നമ്മൾ അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതിന്റെ രീതിയിലായിട്ടിരിക്കും നമ്മളുടെ ഈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്, നമ്മളുടെ ഈ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ ഓർഗനൈസേഷനെ വന്നിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. ടോട്ടലായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു മേജർ പാർട്സിനെ വന്നിട്ട് എഫക്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്. അതേപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷനിൽ വരുന്ന പുതിയ ചേഞ്ചസ് വന്നിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. ലൈക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ വരുന്ന പോളിസീസ്, പ്രാക്ടീസസ്, പിന്നെ മറ്റുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഇതിനൊക്കെ നമുക്ക് സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിങ്ങിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂച്ചർ ഓറിയന്റഡ് ആണ്. അതേപോലെ തന്നെ മൾട്ടി ഫംഗ്ഷണൽ കോൺസിക്വൻസസ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ലൈക്ക് നമ്മളുടെ ഇപ്പോൾ ഫിനാൻസിങ് ആയാലും മാർക്കറ്റിംഗ് ഫീൽഡ് ആയാലും അതിൻ്റെതായിട്ടുള്ള കോൺസിക്വൻസസ് നമുക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ എക്സ്റ്റേണൽ എൻവയോൺമെന്റിനെ വന്നിട്ട് നമുക്ക് എഫക്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ ഡിസിഷൻ മേക്കിംഗിൽ വരുന്ന ഫീച്ചേഴ്സ്. ദെൻ നെക്സ്റ്റ് വരുന്ന കൺസെപ്റ്റ് ആണ് ഇഷ്യൂസ് ഇൻ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്. എന്തൊക്കെ ഇഷ്യൂസ് ആണ് നമ്മളൊരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് അങ്ങനെ 6 എണ്ണമാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഒന്ന് വന്നിട്ട് ക്രൈറ്റീരിയന്റെ ബേസിസിൽ വരുന്നത്. ഓക്കെ, ക്രൈറ്റീരിയ ഫോർ ഡിസിഷൻ മേക്കിംഗ് ആണ്. സോ ഈ ക്രൈറ്റീരിയ ഫോർ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നതിൽ വരുന്ന ആ ഇഷ്യൂസ് ആണ് ഇതിൽ പറയുന്നത്. ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യാനായിട്ട് ഒരു യാഡ് സ്റ്റിക്ക് ആയിട്ടാണ് നമ്മൾ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഷർ ആയിട്ടാണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നത്. സോ ഈ ഡിസിഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് സർട്ടൻ ക്രൈറ്റീരിയന്റെ ബേസിസിലാണ് എടുക്കുന്നത്. ഇതിൽ നമുക്ക് 3 ക്രൈറ്റീരിയാസ് 3 കൺസെപ്റ്റിന്റെ ബേസിസിലാണ് നമ്മൾ ഈ ഡിസിഷൻ എടുക്കുന്നത്. മാക്സിമൈസേഷൻ, ദെൻ കൺസെപ്റ്റ് ഓഫ് സാറ്റിസ്ഫിക്കേഷൻ, ദെൻ അതേപോലെ തന്നെ കൺസെപ്റ്റ് ഓഫ് ഇൻക്രിമെന്റലിസം എന്നുള്ള 3 കൺസെപ്റ്റിന്റെ ബേസിസിലാണ് നമ്മളുടെ ഈ ഡിസിഷൻ മേക്കിംഗ് വരുന്നത്. സോ ഈ മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ആ മാക്സിമൈസേഷൻ റിട്ടേൺ, അതായത് നമുക്ക് ഇത്ര റിട്ടേൺ കിട്ടിയാലേ നമ്മുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്തു എന്ന് നമ്മൾ പറയാലോ, അതിന്റെ ബേസിസിൽ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഈ മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ കൺസെപ്റ്റ് ഓഫ് സാറ്റിസ്ഫൈങ് എന്ന് പറയുന്ന സമയത്ത് സോ ദ ഫേം ക്യാൻ അച്ചീവ് ദം റിയലിസ്റ്റിക്കലി ത്രൂ എ പ്രോസസ് ഓഫ് ഒപ്റ്റിമൈസേഷൻ. അതായത് ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തതിലൂടെ ഒരു ഒപ്റ്റിമൈസേഷനിലൂടെ നമ്മളിപ്പോൾ അച്ചീവ് ചെയ്ത ഒബ്ജക്റ്റീവ് വന്നിട്ട് നമുക്ക് സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളതിന്റെ ബേസിസിൽ, അതായത് നമ്മൾ അച്ചീവ് ചെയ്ത ഒരു ഒപ്റ്റിമം ലെവലിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്നുള്ളത് നോക്കുന്നതാണ് അത്. ദെൻ നമ്മളുടെ തേർഡ് വരുന്നതാണ് കൺസെപ്റ്റ് ഓഫ് ഇൻക്രിമെന്റലിസം. സോ ഇതെന്ന് പറയുന്നത് ദ ബിഹേവിയർ ഓഫ് ദ ഫേം is complex and the process of decision making which include objective setting. So it is essentially designed to move the firm towards its objectives in small logical and incremental steps ലൂടെയായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. സോ നമുക്കറിയാം ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക എന്നുള്ള പറയുന്നത് ഒരു ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല. സോ അതെന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് കൂടിയാണ്. നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത ആ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ വന്നിട്ട് നമ്മളൊരു ഇൻക്രിമെന്റൽ സ്ട്രാറ്റജി സ്റ്റെപ്സിലൂടെയായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ആദ്യത്തെ എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ രണ്ടാമത്തത് വരുന്നത് റാഷണാലിറ്റി ഡിസിഷൻ മേക്കിംഗ് ആണ്. സോ ഈ റാഷണാലിറ്റി ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ ഡിസിഷൻസ് നമ്മൾക്ക് ഉണ്ടാകും. ഓക്കെ, ഇപ്പൊ ഈ ഡിസിഷൻ എടുക്കാവോ അല്ലെങ്കിൽ നമ്മൾ ഈ കാര്യം ചെയ്യാവോ, നമ്മൾ ഏതാ ഡിസിഷൻ എടുക്കണ്ടേ എന്നുള്ളത് നമ്മൾ ആദ്യ സ്റ്റെപ്പിൽ നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ടാവും അല്ലെ. സോ അതിലൂടെ നമ്മൾ ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നിനെ തെരഞ്ഞെടുക്കുന്നതിനെയാണ് നമ്മൾ ഈ റാഷണാലിറ്റി എന്ന് പറയുന്നത്. സോ വേരിയസ് ഓൾട്ടർനേറ്റീവ്സിലിരുന്ന് നമ്മൾ ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നിനെ ചൂസ് ചെയ്യുകയാണത്.
അതേപോലെ തന്നെ ഇതിലൂടെ നമുക്ക് എത്രത്തോളം നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ പറ്റും, അതിൻ്റെതായിട്ടുള്ള പോസിബിൾ ആയിട്ടുള്ള മാനർ എത്രയാണ് എന്നുള്ളത് അറിയുന്നതാണ് ഈ സെക്കൻഡിൽ പറയുന്നത്. ദെൻ തേർഡ് വരുന്നതാണ് ക്രിയേറ്റിവിറ്റി ഇൻ ഡിസിഷൻ മേക്കിംഗ്. ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മളുടെ ചൂസ് ചെയ്ത ഒരു ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഉണ്ടാകും. ആ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവില് നമുക്ക് എന്തൊക്കെ രീതിയിലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ മാനേജ്മെന്റ് പ്രോസസ്സിൽ എന്നുള്ളത് നമ്മൾ ചെയ്യുന്നതാണ് ഇതിൽ പറയുന്നത്. അതായത് നമ്മുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന പുതിയ പുതിയ കാര്യങ്ങൾ. അതായത് ഇപ്പൊ നമ്മളുടെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ അഡ്വർടൈസ്മെന്റിൽ അതേപോലെ തന്നെ അതിന്റെ പാക്കേജസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പുതിയതായിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരും. അതുപോലെയാണ് നമ്മുടെ ഡിസിഷൻ മേക്കിംഗിൽ നമ്മൾ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് വേരിയബിലിറ്റി ഇൻ ഡിസിഷൻ മേക്കിംഗ് ആണ്. വേരിയബിലിറ്റി എന്ന് പറയുമ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഡിഫറെന്റ് പെർസെപ്ഷൻസിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ്. സോ ഇതെന്ന് പറയുന്നത് നമ്മുടെ പ്രോബ്ലത്തിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷന് കൂടിയാണ്, ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾക്ക് തരുന്നത്. അതേപോലെ തന്നെ ഡിഫറെന്റ് കൺക്ലൂഷൻ ആയിരിക്കും നമ്മൾക്ക് കിട്ടുന്നത്. ഓക്കെ, നമ്മൾ ഓരോ പ്രാവശ്യം ഡിസിഷൻ എടുക്കുന്ന സമയത്തും അതിൻ്റെതായിട്ടുള്ള ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആ വേരിയബിളിനനുസരിച്ച് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ആയിരിക്കും ഒരു പ്രോബ്ലത്തിന് കിട്ടുന്നത്. അതേപോലെ തന്നെ എവറി സിറ്റുവേഷന് വന്നിട്ട് യുണീക്ക് ആയിട്ടുള്ള സെറ്റ് ഓഫ് ഫോർമുലാസ് തന്നെ നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മുടെ ഫോർത്ത്. നമ്മുടെ ഫിഫ്ത്ത് വരുന്നതാണ് പേഴ്സൺ റിലേറ്റഡ് ഫാക്ടേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതായത് ഇപ്പൊ ഒരു പേഴ്സണിനെ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എടുക്കാനായിട്ട് അപ്പോയിന്റ് ചെയ്യാണ്. അപ്പൊ ആ പേഴ്സണിന് വന്നിട്ട് അവരുടെ ഏജ്, അതേപോലെ തന്നെ അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അവരുടെ എക്സ്പീരിയൻസ്, അതേപോലെ തന്നെ അവരുടെ ബിഹേവിയർ, അവരുടെ ക്യാരക്ടർ എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് അതിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് പറയുന്നത്. ഇപ്പൊ ഒരു 20 വയസ്സുള്ള ഒരാൾ എടുക്കുന്ന ഡിസിഷനും അതേപോലെ തന്നെ ഒരു 50 ഏജ് ഉള്ള ഒരു വ്യക്തി എടുക്കുന്ന ഡിസിഷനും രണ്ടാണോ? അല്ല, രണ്ടും ഡിഫറെന്റ് ആണ്. അതേപോലെ തന്നെ ഒരു +2 കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിനെ നമ്മൾ ഒരു കമ്പനിയിൽ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്തും അതേപോലെ തന്നെ ഒരു MBA കഴിഞ്ഞ ഒരു വ്യക്തിനെ നമ്മൾ കമ്പനിയിൽ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്തും രണ്ടാണ്. രണ്ടാളുടെ നോളേജും വേറെയാണ് അല്ലെ. സോ അതാണ് ഈ പേഴ്സൺ റിലേറ്റഡ് ഡിസിഷൻ മേക്കിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് പോസിറ്റീവായിട്ടും എഫക്ട് ചെയ്യും, നെഗറ്റീവായിട്ടും എഫക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഇൻഡിവിജ്വൽ വേഴ്സസ് ഗ്രൂപ്പ് ഡിസിഷൻ. അതായത് ഒരു ഇൻഡിവിജ്വൽ എടുക്കുന്ന ഡിസിഷനും ഗ്രൂപ്പ് എടുക്കുന്ന ഡിസിഷനുമാണ് ഇതിൽ പറയുന്നത്. ഇപ്പൊ ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ ആ പേഴ്സന്റെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, ആ പേഴ്സന്റെ ബിഹേവിയറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ആ പേഴ്സന്റെ നോളേജ് മാത്രമാണ് അതിലുള്ളത്. പക്ഷെ ഒരു ഗ്രൂപ്പ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ ഒരു 10 പേരുള്ള ഗ്രൂപ്പ് ആണെങ്കിൽ 10 പേർക്കും 10 ഐഡിയാസ് ആയിരിക്കും അതിലുണ്ടാവുന്നത്. സോ അത് മൊത്തം ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും ഒരു ഡിസിഷൻ എന്ന് പറയുന്നത്. സോ അതാണ് നമ്മളുടെ ഇൻഡിവിജ്വൽ വേഴ്സസ് ഗ്രൂപ്പ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾക്ക് ഇതിൽ വരുന്നത്, അതായത് നമ്മുടെ ഇഷ്യൂസ് ഇൻ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് വരുന്നത്. ദെൻ നമ്മൾക്ക് നെക്സ്റ്റ് വരുന്നതാണ് ഈ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗിന്റെ. സോ നമ്മൾക്ക് 5 പ്രോസസ് ആണ് ഇതിൽ വരുന്നത്, സ്റ്റെപ്സ് ആയിട്ടാണ് വരുന്നത്. അതിൽ ആദ്യം എന്ന് പറയുന്നത് പ്രോബ്ലം അവയർനെസ് എന്ന് പറയുന്നതാണ്. അതായത് നമ്മളൊരു ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ ആ പ്രോബ്ലത്തിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് നമുക്ക് വേണം. ഇപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയി വർക്ക് ചെയ്യാണ്. സോ അതിൽ വന്നിട്ട് മാനേജ്മെന്റ്സ് ഉണ്ടാകും, അതായത് ടോപ്പ് ലെവൽ ഉണ്ടാകും, ബോട്ടം ലെവൽ, മിഡിൽ ലെവൽ ഉണ്ടാകും. സോ ഇതിൽ വന്നിട്ട് ബോട്ടം ലെവലിൽ വരുന്ന എന്തോ ഒരു പ്രശ്നം വന്നിട്ട് നമ്മളുടെ മിഡിൽ ലെവൽ പേഴ്സൺസ് വന്നിട്ട് അത് കണ്ടുപിടിച്ച്, സോ അവർക്കത് അറിഞ്ഞ അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് അവർക്ക് കിട്ടി. സോ ഇത് അവർ എന്താ ചെയ്യേണ്ടത്, ടോപ്പ് ലെവൽ മാനേജ്മെന്റിനോട് അവർ അത് അറിയിക്കണം. അല്ലാതെ അത് അങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരുന്ന ആ പ്രശ്നം നമുക്ക് ഇനിയും കൂടിയേ വരത്തുള്ളൂ അല്ലെ. സോ അതിൻ്റെതായിട്ടുള്ള ഒരു അവയർനെസ് വേണം. അങ്ങനെ വരുന്ന അവയർനെസ് വന്നിട്ട് നമ്മൾക്ക് എങ്ങനെയാ വന്നതെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യും വേണം. അതേപോലെ തന്നെ നമ്മൾക്കത് ടോപ്പ് ലെവൽ മാനേജ്മെന്റിലോട്ട് അറിയിച്ച് അത് സോൾവ് ചെയ്യുന്ന ഒരു ഇത് നമുക്ക് വേണം എന്നുള്ളതാണ് പ്രോബ്ലം അവയർനെസ് എന്ന് പറയുന്നത്. ദെൻ പ്രോബ്ലം ഡയഗ്നോസിസ്. പ്രോബ്ലം ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ ഇതിന് വന്നിട്ട് നമ്മളുടെ ടോപ്പ് ലെവൽ മാനേജ്മെന്റിലോട്ട് നമ്മൾ അറിയിച്ചിരിക്കണം എന്നുള്ളതാണ് പ്രോബ്ലം ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. സോ അതിലൂടെയായിരിക്കും നമ്മളുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ദ ഡെവലപ്മെന്റ് ഓഫ് സൊല്യൂഷൻ. അതായത് ഇപ്പൊ നമ്മുടെ എന്താണ് പ്രോബ്ലം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അവെയറായി, ദെൻ അതിന് നമ്മുടെ ടോപ്പ് ലെവൽ മാനേജ്മെന്റിലോട്ട് നമ്മളത് അറിയിച്ചും കഴിഞ്ഞ് ദെൻ അറിയിച്ചതിന് ശേഷം അവർ അതിൻ്റെതായിട്ടുള്ള സൊല്യൂഷൻ പറയും. ആ സൊല്യൂഷൻ നമ്മൾ എന്താണ് എന്നുള്ളത് സെർച്ച് ചെയ്ത് ആ സൊല്യൂഷൻ ആ പ്രോബ്ലത്തിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ റെഡി ആയിരിക്കണം. അതാണ് ഈ ഡെവലപ്മെന്റ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ ദ സെലക്ഷൻ ഓഫ് ദ സൊല്യൂഷൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു സൊല്യൂഷൻ നമ്മൾക്ക് അറിഞ്ഞ് അതിന് നമ്മൾ
അപ്ലൈ ചെയ്യാൻ റെഡിയാണ് എന്നുള്ളത് പറഞ്ഞല്ലേ. സോ അപ്ലൈ ചെയ്യാൻ റെഡി ആയിട്ടുള്ള സൊല്യൂഷൻ എന്താണെന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, എന്താണ് മറ്റുള്ള സൊല്യൂഷൻസ് നമ്മൾ നോക്കിയിട്ട്, ഇപ്പോൾ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ മാത്രമേ ഉണ്ടാവുക, 2-3 സൊല്യൂഷൻസ് ഉണ്ടാകും അല്ലെ. സോ അതിൽ ഏതാണോ ബെസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ അതിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യുക എന്നുള്ളത് പറയുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇതിന്റെ സൊല്യൂഷന്റെ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത്. ഈ സെലക്ടഡ് ആയിട്ടുള്ള സൊല്യൂഷനെ വന്നിട്ട് നമ്മൾ ആ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ആൻസർ നമുക്ക് എടുക്കാം എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ 5 സ്റ്റെപ്പ് ആയിട്ട് വരുന്നത്. പ്രോബ്ലം അവയർനെസ്, പ്രോബ്ലം ഡയഗ്നോസിസ്, ദ ഡെവലപ്മെന്റ് ഓഫ് സൊല്യൂഷൻ, സെലക്ഷൻ ഓഫ് ദ സൊല്യൂഷൻ, ദെൻ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ സൊല്യൂഷൻ എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് നമ്മളുടെ അപ്രോച്ചസ് ടു സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്രോച്ചസ് ടു സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന അപ്രോച്ചാണ് ദ ഇൻറ്റ്യൂട്ടീവ് എമോഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. സോ നമ്മൾ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ചില എമോഷണൽ ഫാക്ടേഴ്സ് വന്നിട്ട് അതിൽ എഫക്ട് ചെയ്യുന്നതായിട്ടിരിക്കുമല്ലേ. സോ ഈ ചിലർ കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് ചിലർ എമോഷണലി കുറച്ച് വീക്ക് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, ചിലർക്ക് ആങ്കർ ഇഷ്യൂസ് ഉണ്ടാകും. സോ ഇങ്ങനെയുള്ള എമോഷണൽ ആയിട്ടുള്ള അപ്രോച്ചസ് വന്നിട്ട് ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്ന സമയത്ത് അത് എഫക്ട് ചെയ്യണു എന്നുള്ളതാണ് പറയുന്നത്. സോ അതെന്ന് പറയുന്നത് ഒരു പേഴ്സന്റെ ഹാബിറ്റോ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ അവരുടെ തിങ്കിങ്ങോ അങ്ങനെയുള്ള എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കാം എന്നുള്ളതാണ് നമുക്ക് ഇതിൽ പറയുന്നത്. സോ അതിൽ വരുന്ന എമോഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന് വന്നിട്ട് ദ ഫാസ്റ്റ് നോട്ട് ദ ബിഗ് ലൈ സ്റ്റിക്ക് വിത്ത് ഇറ്റ് എന്നുള്ളതാണ്. Then അതേപോലെ തന്നെ attracted to scandalous issues and heightens their significance, then fact into the normal pattern, then expect the immediately useful, then affinity for romantic stories എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഈ പ്രോബ്ലംസ് വരുന്ന സമയത്ത് എമോഷണലി നമ്മളിങ്ങനെ ആണെങ്കിലും അതിന് എങ്ങനെയാണ് നമ്മൾക്കതൊന്ന് കൺട്രോൾ ചെയ്ത് നമ്മൾക്കൊരു കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഒന്ന് വന്നിട്ട് ഇൻവോൾവ് ബൈ ഫില്ലിംഗ് ദയർ മൈൻഡ്സ് വിത്ത് ഫാക്ട്സ് ആൻഡ് എക്സ്പീരിയൻസ്, അതായത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, അതായത് റിയാലിറ്റി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ തന്നെ ആ പ്രോബ്ലത്തിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് നമുക്ക് വേണം. ഓക്കെ, അല്ലാതെ ഒരാൾ എമോഷണലി നമുക്ക് പറയുകയാണെന്ന് പറയുമ്പോൾ നമ്മൾ എമോഷണലി അവിടെ അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കല്ല വേണ്ടത്. റിയാലിറ്റി എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം, അതിനെക്കുറിച്ചുള്ള അവയർനെസ് നമുക്ക് വേണം എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ബിക്കമിങ് അവെയർ ഓഫ് ബയാസസ് ആൻഡ് അലോ ഫോർ ദം എന്നുള്ളതാണ് നെക്സ്റ്റ് വരുന്നത്. അതേപോലെ തന്നെ സീക്ക് ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ഇങ്ങനെയുള്ള ചില പേഴ്സൺസിനെ വന്നിട്ട് നമുക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അവരോട് ചോദിക്കും, നമ്മുടെ ഫ്രണ്ട്സിനോട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ചോദിക്കും. അതേപോലെ തന്നെ നമ്മളൊരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് പറ്റുന്നില്ല, അതിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ മറ്റുള്ള കൊളീഗ്സിനോടോ അല്ലെങ്കിൽ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സിനോടോ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ അപ്രോച്ച് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ അപ്രോച്ചാണ് ദ റേഷണൽ ഓർ അനലിറ്റിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. സോ ഈ അനലിറ്റിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് മേക്കർ മേക്സ് ദ ചോയ്സ് ഇൻ ഫുൾ അവയർനെസ് ഓഫ് ഓൾ അവൈലബിൾ ഫീസിബിൾ ഓൾട്ടർനേറ്റീവ്സ്, അതായത് ഒരു ഫീസിബിൾ ഓൾട്ടർനേറ്റീവ്സിൽ മാക്സിമം നമുക്ക് അഡ്വാൻറ്റേജസ് വരുന്ന ഒരു ഡിസിഷൻ നമുക്ക് എങ്ങനെയാണ് എടുക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കി കുറെ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, ആ ഓൾട്ടർനേറ്റീവിൽ നിന്ന് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്തിട്ട് അതിന്റെ ബേസിസിൽ ഡിസിഷൻ മേക്ക് ചെയ്യണതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, സോ അതിൽ വന്നിട്ട് നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം, നമ്മൾ എന്താണ് ഡിസിഷൻ എടുക്കണേ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കോൺഷ്യസ് നമ്മൾക്ക് വേണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ ഈ റേഷണൽ അപ്രോച്ചസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ദ റിക്കഗ്നൈസസ് ദ നീഡ്സ് ഫോർ ദ ഡിസിഷൻ, അതേപോലെ തന്നെ എസ്റ്റാബ്ലിഷ് റാങ്ക് ആൻഡ് weight criteria, then gather available information and data, then identifying possible alternatives, evaluate each alternative with respect of all criteria, then select the best alternative എന്നുള്ളതാണ് നമുക്ക് ഇതിൽ പറയുന്നത്. ലൈക്ക് സ്റ്റെപ്സ് പോലെയാണ്. ഓക്കെ, അത് നമ്മൾ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക, പിന്നെ അത് എന്താന്നുള്ളത് നമ്മുടെ സൊല്യൂഷൻസിലോട്ട് പോകുക എന്നുള്ള കുറെ സ്റ്റെപ്സ് പറഞ്ഞില്ലേ, അതുപോലെ വരുന്നതാണ് ഇത് ജസ്റ്റ് ഒന്ന് നോക്കി പോകുക. ഓക്കെ, ദെൻ ഈ അപ്രോച്ചിനെ നമ്മൾ കൺസെപ്റ്റ് ഓഫ് എക്കണോമിക് മെൻ എന്നുകൂടെ നമ്മൾ ഇതിനെ പറയുന്നുണ്ട് എന്നുകൂടിയാണ് പറയുന്നത്. ഓക്കെ, സോ ജസ്റ്റ് അതും കൂടി ഇതിൽ നോക്കി വയ്ക്കുക. ദെൻ നെക്സ്റ്റ് വരുന്ന അപ്രോച്ചാണ് എസ് സാറ്റിസ്ഫൈങ് അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മളൊരു ഡിസിഷൻ മേക്കിംഗ് എടുക്കുകയാണ്, ഡിസിഷൻ മേക്കിംഗ് എടുത്തതിന് ശേഷം ഇപ്പൊ നമ്മളതിന് പ്രോഫിറ്റബിലിറ്റിയോട്ട് എത്തണം എന്നാണെങ്കിൽ 100% എന്ന് വയ്ക്കുക. ഓക്കെ, ദെൻ അതേപോലെ തന്നെ 0 to 100 എന്ന് പറയുമ്പോൾ 0 എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നും അല്ല എന്നുള്ളതാണ്. ദെൻ 50 എന്ന് പറയുമ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്, ജസ്റ്റ് സാറ്റിസ്ഫൈഡ് ആണ്. ദെൻ 70 എന്ന് പറയുമ്പോൾ ആ സാറ്റിസ്ഫൈഡിനെക്കാട്ടിലും കുറച്ചുകൂടി സാറ്റിസ്ഫൈഡ്, ദെൻ വെരി സാറ്റിസ്ഫൈഡ് എന്നുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാം. സോ ഈ സാറ്റിസ്ഫൈങ് അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മുടെ 100%ലോട്ട് എത്തിയില്ലെങ്കിലും ജസ്റ്റ് നമ്മളുടെ
സാറ്റിസ്ഫൈ ആവുന്ന സിറ്റുവേഷനിൽ വരുന്ന അപ്രോച്ചാണ് ഇത് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മളുടെ ബ്രേക്ക് ഇവൻ അനാലിസിസിൽ നമ്മുടെ ബ്രേക്ക് ഇവൻ പോയിന്റില് അതിൽ പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല കമ്പനിക്ക്. സോ അതൊരു ഈക്വൽ ലെവലിലോട്ട് പോകുന്നതാണ്. അതേപോലെ തന്നെയാണ് നമ്മളുടെ ഈ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ലൈക്ക് നമ്മളുടെ കമ്പനിയിൽ വന്നിട്ട് നമ്മൾ എടുക്കുന്ന ഡിസിഷൻ വന്നിട്ട് അത്രയ്ക്ക് ഗുഡുമല്ല അത്രയ്ക്ക് ബാഡുമല്ല, പക്ഷെ എന്നാലും ഓക്കെ സിറ്റുവേഷനിൽ പോകുന്നതാണ് ഈ സാറ്റിസ്ഫൈങ് അപ്രോച്ച് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് പൊളിറ്റിക്കൽ ബിഹേവിയറൽ അപ്രോച്ച് ആണ്. സോ ഈ പൊളിറ്റിക്കൽ ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷനിലുള്ള പീപ്പിൾസിനെയും, അതായത് ഇൻസൈഡ് ആസ് വെൽ ആസ് ഔട്ട്സൈഡ്സ്, അവരുടെ ബിഹേവിയറും അതേപോലെ തന്നെ അവരുടെ ആക്ടിവിറ്റീസിനെയും നമ്മൾക്ക് കാണിച്ചു തരുന്നതാണ് ഈ പൊളിറ്റിക്കൽ ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളുടെ അപ്രോച്ചസ് ആയിട്ട് നമുക്ക് ഇതിന് പഠിക്കാനായിട്ട് വരുന്നത്. ദെൻ ഇതിൽ വരുന്ന ലാസ്റ്റ് ടോപ്പിക് ആണ് നമ്മളുടെ ഒരു മോഡൽ എന്ന് പറയുന്നത്. അതായത് മിൻസ്ബർഗ് മോഡൽ എന്നാണ് ആ മോഡലിനെ പറയുന്നത്. ഈ മോഡലിൽ വന്നിട്ട് മിൻസ്ബർഗ് എന്നുള്ള ഒരു സ്ട്രാറ്റജിസ്റ്റ് ആണ് ഈ മോഡൽ കൊണ്ടുവന്നത് ഫോർ ദ ഡിസിഷൻ മേക്കിംഗ് പേർപ്പസ്. ഇതിൽ വന്നിട്ട് നമ്മൾക്ക് 3 മോഡലാണ് പറയുന്നത്, അതായത് 3 മോഡ്സ് ആയിട്ടാണ് പറയുന്നത്. എന്റർപ്രണൽ മോഡ്, അഡോപ്റ്റീവ് മോഡ്, ദെൻ പ്ലാനിംഗ് മോഡ് എന്നുള്ള 3 മോഡ്സ് ആണ് പറയുന്നത്. ഇതിൽ ആദ്യത്തെ മോഡ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഒരു സിംഗിൾ പേഴ്സൺസിന്റെ മാത്രം ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഇതിന്റെ മുന്നിൽ നമ്മൾ പറഞ്ഞു ഇപ്പൊ ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ ആസ് വെൽ എസ് ഗ്രൂപ്പ് വേഴ്സസ് ഗ്രൂപ്പ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഇതിൽ നമ്മളൊരു സിംഗിൾ പേഴ്സൺസിനെ മാത്രം ബേസ് ചെയ്തിട്ട് എടുക്കുന്നതാണ്, അവരുടെ ഓപ്പർച്യൂണിറ്റീസും അതേപോലെ തന്നെ ഒരു പേഴ്സണിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് എടുക്കുന്നതാണ് ഈ എന്റർപ്രണൽ മോഡ് എന്ന് പറയുന്നത്. സോ ഇതിൽ വന്നിട്ട് സ്ട്രാറ്റജി ഇസ് ദ ഗൈഡ് ബൈ ദ ഫൗണ്ടേഴ്സ് വിഷൻ ആൻഡ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ ബോൾഡ് ഡിസിഷൻ എടുക്കാനായിട്ട് നമ്മളുടെ ആ പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിന് വന്നിട്ട് ഹെൽപ്ഫുൾ ആണ് എന്നുള്ളതാണ് പറയുന്നത്. സോ ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയുന്നത് വിപ്രോ ആണ്. ദെൻ നെക്സ്റ്റ് വരുന്ന മോഡാണ് അഡോപ്റ്റീവ് മോഡ് എന്ന് പറയുന്നത്. സോ ഈ അഡോപ്റ്റീവ് മോഡ് എന്ന് പറയുന്നത് ദിസ് മോഡ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ഇസ് റെഫേർഡ് ആസ് മഡ്ലിംഗ് ത്രോ എന്നുള്ളതാണ് നമ്മൾക്ക് ഇതിൽ പറയുന്നത്. ഇതിന് നമ്മൾ മഡ്ലിംഗ് ത്രോ എന്നുള്ളതാണ് നമ്മൾ ഇതിന് പറയുന്ന ഇന്നൊരു പേര്. സോ ഇതെന്ന് പറയുന്നത് ക്യാരക്ടറൈസ്ഡ് ബൈ റിയാക്റ്റീവ് സൊല്യൂഷൻ റാദർ ദാൻ ദ പ്രൊയാക്റ്റീവ് റിസർച്ച്. അതായത് റിയാക്റ്റീവ് ആയിട്ടുള്ള സൊല്യൂഷനെയാണ് നമ്മൾ നോക്കുന്നത് പ്രൊആക്റ്റീവിനെ കാട്ടിലും എന്നുള്ളതാണ് നമ്മൾക്ക് ഇതിൽ പറയുന്നത്. അതായത് നമ്മൾ ന്യൂ ഓപ്പർച്യൂണിറ്റീസും പുതിയ കാര്യങ്ങളും എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. അല്ലാതെ ഈ പഴയ കാര്യങ്ങളിലോട്ട് തന്നെ നോക്കിയിരിക്കാതെ പഴയ പോലെയുള്ള ടെക്നോളജിയെ ഫോളോ ചെയ്യുക എന്നല്ലാതെ ഇപ്പൊ വരുന്ന ന്യൂ ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്യാനും ഒക്കെയാണ് എന്നുള്ളതിന്റെ ബേസിസിൽ വരുന്നതാണ് ഈ അഡോപ്റ്റീവ് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾക്ക് പറയുന്നത് വിപ്രോ ഇൻഫോടെക് ആണ് നമ്മൾക്ക് ഇതിൽ പറയുന്നത്. അതായത് ദ സെയിൽ ഓഫ് കസ്റ്റമൈസ്ഡ് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ വന്നിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി അല്ലെ. ഡെൽ കമ്പ്യൂട്ടേഴ്സ് അങ്ങനെയുള്ള കുറെ കമ്പ്യൂട്ടേഴ്സ് വന്നിട്ട് നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് അവർ കൊണ്ടുവരാൻ തുടങ്ങി. അതായത് ന്യൂ ആയിട്ടുള്ള ടെക്നോളജീസ് അഡോപ്ഷൻ എന്നുള്ളതാണ് നമുക്ക് ഇതിൽ വരുന്നത്. ദെൻ പ്ലാനിംഗ് മോഡാണ്. പ്ലാനിംഗ് മോഡ് എന്ന് പറയുന്നത് ഇതിന് വന്നിട്ട് നമ്മൾക്ക് ഒരു ഇൻവോൾവ് സിസ്റ്റമാറ്റിക് ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ഫോർ സിറ്റുവേഷണൽ അനാലിസിസ്, അതേപോലെ തന്നെ ജനറേറ്റിംഗ് ഓൾട്ടർനേറ്റ് സ്ട്രാറ്റജി ആൻഡ് സെലക്ഷൻ ഓഫ് ദ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തിട്ട് സിറ്റുവേഷൻ അനാലിസിസ്, നമ്മളുടെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് അനാലിസിസ് ചെയ്തിട്ടും അതേപോലെ തന്നെ അതിന്റെ ബേസിസിൽ നമ്മൾ ഓരോ സ്ട്രാറ്റജീസ് ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നത്, അതിൻ്റെതായിട്ടുള്ള ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നതാണ് ഈ പ്ലാനിംഗ് മോഡ് എന്ന് പറയുന്നത്. സോ ഇതെന്ന് പറയുന്നത് ബോത്ത് പ്രൊആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവും കൂടിയാണ്. അതായത് പാസ്റ്റ് ആസ് വെൽ ആസ് ഫ്യൂച്ചർ എന്നുള്ളത് പോലെയാണ് നമുക്ക് ഈ പ്ലാനിംഗ് മോഡ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മളുടെ MNCs ആണ്. ഓക്കെ, MNCസിനെയാണ് നമ്മളുടെ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അതേപോലെ തന്നെ മാരുതി സുസുക്കിയാണ് ഇതിന്റെ മേജർ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾക്ക് തരുന്നത്. അതേപോലെ തന്നെ ഈ 3 മോഡൽ അല്ലാതെ നമ്മൾക്ക് ഇന്നൊരു മോഡൽ കൂടി ചില ഓർഗനൈസേഷൻസ് വന്നിട്ട് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ആ മോഡൽ നമ്മൾ പറയുന്ന പേരാണ് ലോജിക്കൽ ഇൻക്രിമെന്റലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഈ ലോജിക്കൽ ഇൻക്രിമെന്റലൈസേഷൻ എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ഒരു ഇന്ററാക്റ്റീവ് പ്രോസസ്സാണ്. ഒരു ഓർഗനൈസേഷനിൽ വരുന്ന ഒരു ഇന്ററാക്റ്റീവ് പ്രോസസ്സാണ് നമ്മുടെ ഫ്യൂച്ചറിലോട്ട് വരുന്നതും അതേപോലെ തന്നെ നമ്മുടെ എക്സ്പെരിമെന്റ്സ്, അതേപോലെ തന്നെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇത്, അതേപോലെ തന്നെ നമ്മളുടെ ഗ്ലോബൽ ഫോർമുലേഷൻ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ടോട്ടൽ സ്ട്രാറ്റജി പ്ലാനിംഗ് ആയിട്ട് വരുന്നതാണ് ഈ ലോജിക്കൽ ഇൻക്രിമെന്റലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഫ്യൂച്ചറിന് വന്നിട്ട് നമ്മൾ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, അതിന് എന്തൊക്കെയാണ് നമുക്ക് എക്സ്പീരിയൻസ് വേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അതായത് ഗ്ലോബലി ഒരു സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യണം എന്നാണെങ്കിൽ നമ്മൾ അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഈ ലാസ്റ്റ് ഉള്ളതിൽ നമുക്ക് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളുടെ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾക്ക് പഠിക്കാനായിട്ട് വരുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.